കുടുംബങ്ങളെ. അപ്പോൾ നമുക്ക് ചെറിയൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കടയാണ്. അതിന് വേണ്ടത് ചക്ക, കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് അരിപ്പൊടി, വാഴയില, ഇതൊക്കെയാണ്. നമുക്ക് വേഗം വാഴയില പോയി സംഘടിപ്പിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വാഴയില വട്ടം വന്നിരിക്കുകയാണ് ഗൈസ്. ഏട്ടൻ്റെ വീട്ടിൻ്റെ പുറകിൽ നല്ല വാഴച്ചെടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വാഴയിലയൊക്കെ കട്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നോക്കിയപ്പോൾ സൂപ്പർ ഫ്രഷ് വാഴയിലയായിരുന്നു. അപ്പം നമ്മളിത് ചക്കയൊക്കെ എടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കുക. ഏലക്കായ ഇട്ടിട്ട് നമ്മൾ കയ്യിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെല്ലം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ഷുഗറുള്ളവർ അത്ര പഞ്ചസാര ഇടണ്ട. ഞങ്ങൾക്കൊക്കെ മധുരം ഇഷ്ടമായതുകൊണ്ട് ഞാൻ പഞ്ചസാര വാരി കൂട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പഞ്ചസാരൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് നമുക്കതിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത പോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഗ്രൈൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഇടുന്നത് നെയ്യാണ്. നല്ല ആട്ടിയ നെയ്യായിരുന്നു. അപ്പോൾ അത് നമുക്ക് കുറച്ച് നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചീനിച്ചട്ടിക്ക് ഇട്ടിട്ട് നമ്മൾ ഈ ക്രഷ് ചെയ്ത ചക്കയും ഏലക്കയും ഷുഗറും കൂടെ ക്രഷ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് ഒരു ചെറു ചൂട് വേവാകണ ചൂടോടത്തിരി വേവാകുന്നവർക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി അതിനെ കുറുക്കി യെല്ലോ കളർ വരുന്നവർക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അടി പിടിക്കാണ്ടിരിക്കുക ഇത്തിരി നെയ്യോ ഇത്തിരി ക്രിസ്പിനെസ്സിന് കുറച്ച് റവയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടും ഡ്രൈ ഗ്രേപ്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്ലാസ്സിൽ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പിട്ടിട്ട് പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടിയിലേക്ക് ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടൊക്കെ കൊടുത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇലയിൽ നെയ്യ് പുരട്ടിയതിന് ശേഷം നമ്മൾ അതൊക്കെ തടവി കൊടുക്കുക. ഇതിന് കുറച്ച് പണിയുള്ള റിസ്ക്കുള്ള പണിയൊക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ സ്പീഡാക്കിയത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നെയ്യൊക്കെ വെച്ചിട്ട് എണ്ണ തടവി നെയ്യ് തടവിയിട്ട് വാഴയിലയിൽ നെയ്യ് തടവിയിട്ട് അതിലേക്ക് പതുക്കെ റൈസ് ഫ്ലേവർ അങ്ങനെ കൈ കൊണ്ട് പതുക്കെ നൈസായിട്ട് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മടക്കുക. കുറച്ചുകൂടെ നെയ്യിൻ്റെ ഫ്ലേവർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. നന്നായി പതുക്കെ ഒന്ന് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ചിലവരിത് പാനിൽ ചുട്ടെടുക്കാറുണ്ട്. അതായത് ഞാൻ ഒരു ഗോപിനാഥ് മുന്തുകാടിൻ്റെ മമ്മി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അമ്മ ഉണ്ടാക്കുന്ന വീഡിയോ. അതിൽ വന്നിട്ട് എന്താണ് അവർ വന്നിട്ട് ഇതേത് അട വന്നിട്ട് ഉണ്ടാക്കിയിട്ട് സ്റ്റീം ചെയ്യുന്നതിന് പകരം പാനിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒരു വ്യത്യാസം ഉണ്ടാകും. പക്ഷെ നമ്മൾ കൂടുതൽ ഹെൽത്തി ആയിരിക്കാൻ സ്റ്റീം ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് തോന്നുന്നത്. ഇതാകുമ്പോൾ ഡ്രൈ ആയിരിക്കുമല്ലോ, പാനിൽ വെച്ചിട്ട് ഇതാക്കുമ്പോൾ പാൻ കേക്ക് മാതിരി ഡ്രൈ ആയിരിക്കും. നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഹെൽത്തി ആയിരിക്കും, പിന്നെ കുറച്ച് സോഫ്റ്റും ആയിരിക്കും, കഴിക്കാനും ഈസി ആയിരിക്കും. ഇപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ കഴിക്കാനും സ്റ്റീം ചെയ്ത പാത്രം എടുത്തിട്ടുണ്ട്. അടയായിരിക്കും നല്ലത്. വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കി തോന്നുന്നു സ്റ്റീം ചെയ്യാനുള്ള അടയൊക്കെ അതിലിങ്ങനെ വെച്ച് കൊടുക്കുക. തലങ്ങും വിലങ്ങും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നിറയെ ഫില്ല് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, അത് വേകാൻ പാകത്തിനുള്ള വയ്ക്കുക. ഞാനിപ്പോൾ ഒരു 4-5 എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മൂടി എടുത്തിട്ട് അടച്ചു കൊടുക്കുക കേട്ടോ. അടച്ചു കൊടുത്തതിന് ശേഷം കുറച്ചൊരു 10-15 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റ് വേണ്ടി വരില്ല, ഒരു 10 മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. എന്നിട്ട് നമ്മളത് പതുക്കെ സ്റ്റീം കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യണം ഗൈസ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തതും നല്ല നമ്മുടെ ചക്കട റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചക്കടയും കൊണ്ട് നമ്മൾക്ക് ഓരോന്നായിട്ട് ഞാൻ എടുത്തിട്ട് ഏട്ടൻ്റെ അച്ഛന് കൊടുക്കണം ഗൈസ്. ചൂടുണ്ട്. അപ്പന് കൊടുത്തതിന് ശേഷം നമ്മൾ കേശുവിനോട് അട കൊടുക്കുകയാണ്. അപ്പോൾ അട അവൻ മുടിയൊക്കെ കറപ്പറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മുടിയൊക്കെ ശരിയാക്കാൻ പറഞ്ഞപ്പോൾ മുടി ശരിയാക്കിയതായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവനെ അട വായിൽ വെച്ചിട്ട്
കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ചെറിയ ചെറിയ സ്നാക്സ് ആണെങ്കിലും വീട്ടിൽ ഇതേപോലെ നാച്ചുറലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് വാങ്ങണതിനേക്കാളും നല്ലത് വീട്ടിൽ നിന്ന് കൊടുക്കണതാണ്. അപ്പോൾ ഞാൻ ധ്യാനുവിനെ വിളിച്ചു. അപ്പോൾ അവൾ വന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങളായി നിങ്ങൾക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ നിങ്ങൾ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, വീട്ടിലെ അച്ഛനും കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുട്ടിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ബൈ. അത്രയേ ഉള്ളൂ.